ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് കേക്ക് മേടിച്ചതിൻ്റെ കവറൊക്കെ കാണും. അപ്പം അത് വെച്ചാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അമർത്തുക. ഗൈസ്, നമുക്ക് ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഒരു 8 ചുടുകട്ട വേണം. പിന്നെ നമ്മൾ പറഞ്ഞ കേക്കിൻ്റെ ഷീറ്റ് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ടാങ്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നോക്കാം. ഇപ്പോഴേ ഗൈസ്, നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന വീട്ടിൻ്റെ ടെറസാണ്. ഇവിടെ നല്ല പ്ലെയിൻ സർഫസ് ആയിട്ടാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്ന കണക്ക് നിങ്ങളും ചുടുകട്ട വെക്കണം. അപ്പം ഞാൻ ചുടുകട്ട പരത്തിയാണ് ഇടുന്നത്. നിങ്ങളുടെ കവറിൻ്റെ നീളം അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് പറയുമ്പം ഒരു മീഡിയം സൈസിലൊരു കവറാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മളിവിടെ ചുടുകട്ട പരത്തിയാണ് വെക്കുന്നത്. നിവർത്തി വെച്ചാൽ ഈ കവറിനകത്ത് നമുക്ക് വെള്ളമൊക്കെ ലീക്കേജ് വരും. അപ്പം ഞാൻ വെക്കുന്ന കണക്ക് നിങ്ങൾ ചുടുകട്ട വെക്കുക. 2 ചുടുകട്ട നമ്മൾ സൈഡിൽ പരത്തി വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിലാണ് നമ്മൾ 2 ചുടുകട്ട വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെളി ഭാഗത്താണ് നമ്മൾ ഈ ചുടുകട്ട വെക്കേണ്ടത്. അപ്പം അതേ കണക്ക് ഇവിടെയും 2 ചുടുകട്ട, പിന്നെ ഇവിടെയും 2 ചുടുകട്ടയായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ബാക്കി പണി കഴിഞ്ഞിട്ട് നോക്കാം. ഗൈസ്, നമ്മുടെ ചുടുകട്ട നമ്മളൊരു ഫൗണ്ടേഷൻ കണക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മൾ കവർ ഇടുന്നത്. അപ്പം അതിൻ്റെ പണി നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഇട്ടിരിക്കുന്ന കവറും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫൗണ്ടേഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഈക്വലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ക്യാമറ കൂടെ കാണാൻ പറ്റും, എല്ലാം ഈക്വലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈ കവർ ഇതിൻ്റെ അകത്ത് ഈ ചുടുകട്ടേൻ്റെ അകത്തോട്ട് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നിറച്ച്. അപ്പോൾ നമ്മൾ ഈ കയറ്റി വയ്ക്കുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊക്കെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഫൈനലി നമ്മൾ ടാങ്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളമൊക്കെ നിറച്ചു. പിന്നെ സൈഡിൽ നല്ല കട്ടിയും നല്ല വെയിറ്റുമുള്ള തടിയൊക്കെ വെച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. എന്താണെന്ന് ഗസ് ചെയ്യാവോ? യെസ്, നമുക്ക് മീനും കൂടെ ഇടാം. അപ്പം നമ്മളിവിടെ സാരിയും പിന്നെ 2-3 എണ്ണത്തിന് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാണ്ടെ പോകണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വെറും ഒരു ക്രിസ്മസ് കേക്കിൻ്റെ കവർ വെച്ചാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയെന്ന് പറയുമ്പം നമ്മുടെ ഗപ്പി മീനെയൊക്കെ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിരുന്നത്. അല്ലാതെ നമ്മളെ ഗോൾഡ് ഫിഷിനെയൊന്നും ആശ്രയിച്ചല്ല നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതിൽ ഗപ്പീനെയൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. വലിയ വലിയ മീനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ സെറ്റ് ബ്ലാക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ബൈ.